ഇന്നൊരു പള്ളിയിൽ ചർച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗുരുവായൂർ ക്ഷേത്രമാണെന്ന് തോന്നിപ്പോകും. കാരണം ആറാട്ട്, ഉത്സവം, മാന, കൊടിയേറ്റ്, കലശം, ഇപ്പതാ സഹസ്രനാമം, വേലേന്തിയ ക്രിസ്തു, കുരിശിലടിച്ച ക്രിസ്തു, എന്തൊക്കെയാണ്. നിങ്ങളുടെ ഈ പറയുന്ന ഈ സാധനം ഇത്ര വലിയ കേമപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ എന്തിന് ഇമിറ്റേറ്റ് ചെയ്യണം? നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യത്തക്ക രീതിയിൽ അത്ര കണ്ട് മഹത്വമാർന്നതാണ് സനാതനധർമ്മ ഹൈന്ദവ സംസ്കാരം എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കണം. വിഗ്രഹാരാധന ആനയാണ് ചേനയാണ് എന്നൊക്കെ. ഇന്ന് നാട്ടിൽ ക്രൈസ്തവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലതും ജാതിയുടെ കോപ്പിയടിയാണ്. പേര് മാത്രം ഒന്ന് മാറ്റി. പൂജാരിക്ക് പുരോഹിതൻ, ശ്രീകോവിലിന് സക്രാരി, പൂണൂലിന് വെന്തിങ്ക, രുദ്രാക്ഷത്തിന് കൊന്ത, മുറജപത്തിന് ജപമാല, പെരവോത്താലിക്ക് വീട് വെഞ്ചരും, മന്ത്രവടിക്ക് അംശവടി, ശബരിമലയ്ക്ക് പരിമല, അയ്യപ്പോ മുത്തപ്പ, മായിയമ്മ ഒറ്റാളിക്കര അമ്മ, മേരിയമ്മ വന്നാറുപാടത്തം, ദേവന്മാര് പുണ്യാളന്മാര്, വിഗ്രഹെഴുന്നള്ളിപ്പ്, പ്രാസം, പറയെഴുന്നള്ളിച്ച്, അമ്പെഴുന്നള്ളിച്ച്, കുഞ്ഞയ്യപ്പൻ, ഉണ്ണീഷു, മുത്തുക്കുട, ചെണ്ടമേള, കുടമാറ്റം, കറുപ്പ് കാവി, നാടകം, പാല്, പോരാത്തന് ഇപ്പൊ റിമീട്ടോമ്പിയുടെ ഗാനമേള കിടങ്ങുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളെ പള്ളിയിൽ നിന്നുള്ള വിഗ്രഹാരാധന ഒഴിവാക്കുക. നിങ്ങൾ ഉത്സവവും നിങ്ങൾ കലശവും ആറാട്ടമൊക്കെ നിർത്തുക. നിങ്ങൾ പോയി നിങ്ങൾക്കൊരു പൂണോലിന്റെയും ഒരു തട്ടുടുക്കലിന്റെയും കുറവേ നമുക്ക് കാണാനുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കണം. പേരിൽ കുറെ അച്ചായന്മാർ ക്രിസ്ത്യാനിയായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. പ്രമാണം വിട്ട് നടക്കുന്ന വഷളായി നടക്കുന്ന ജനം ദൈവകൽപ്പനയെ ലംഘിച്ച് പിന്നെയും മുന്നോട്ട് പോയി.